മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിൽ തിരക്കിട്ട നീക്കങ്ങൾ. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ വൈകിട്ട് നിർണായക യോഗം ചേരും. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. യോഗത്തിൽ നിരീക്ഷകരെ തീരുമാനിക്കും. അതേസമയം KC വേണുഗോപാലിന് പിന്തുണ ഉറപ്പിക്കാനായി K സുധാകരൻ K മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി. K മുരളീധരന്റെ ഓഫീസിലാണ് സുധാകരൻ എത്തിയത്. റോഷിപാലും നോബൽ മാരിക്കാരനും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം നോബൽ മാരിക്കാരനിലേക്ക് പോകുന്നു. നോബൽ, ദില്ലിയിൽ തിരക്കിട്ട നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്, ചർച്ചകളിലേക്ക് കടക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഇന്ന് യോഗം ചേരാൻ പോവുകയാണ്. ഏത് തരത്തിൽ ഉള്ള സൂചനകളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായക യോഗം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും കേരളത്തിലേക്ക് ഹൈക്കമാൻഡ് നിരീക്ഷകരെ അയക്കണം. അശോക് ഗെഹ്ലോട്ടോ അല്ലെങ്കിൽ P ചിദംബരം ഒക്കെ അടങ്ങുന്ന ഒരു സംഘമായിരിക്കും അതിനുവേണ്ടി വരിക എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നിപ്പോൾ ഉണ്ടാകും. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു മുൻവിധികൾ എന്താണ് ഹൈക്കമാൻഡ് ഇല്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നേതാക്കളുണ്ട്, പ്രത്യേകിച്ച് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ പേരുകൾ സജീവമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡ് ഇവിടെ എന്താണെങ്കിലും കടക്കുന്നില്ല. സംസ്ഥാനത്തെത്തി MLA മാർ, അതോടൊപ്പം തന്നെ MP മാർ, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളായി കൂടിക്കാഴ്ച കൃത്യമായി തന്നെ ഈ പറഞ്ഞ നിരീക്ഷകർ നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും തീർച്ചയായിട്ടും ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് KC വേണുഗോപാൽ കേരളത്തിലെ വിജയത്തിന് പിന്നാലെ അല്പസമയത്ത് ഇങ്ങോട്ട് എത്തിക്കുന്നത് കാണാൻ കഴിയും. യൂത്ത് പ്രവർത്തകർ വലിയ സ്വീകരണം കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. KC വേണുഗോപാൽ സ്വീകരിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് KC മുഖ്യമന്ത്രി ഫ്ലെക്സുകൾ അടക്കം വരുന്നു. ആ സമയത്താണ് ഇപ്പോൾ ദില്ലിയിലെ വലിയ ആവേശോജ്വലമായ സ്വീകരണം നൽകാൻ വേണ്ടി എന്നാണെങ്കിലും ഇവിടെ എത്തിയിരിക്കുന്ന വലിയ ആവേശം തോന്നലുണ്ട്. പ്രത്യേകിച്ച് KC വേണുഗോപാലിന് വേണ്ടി വലിയ മുദ്രാവാക്യം വലിയ ആവേശത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീക്ഷയാണ് ഇവർക്ക് നടക്കപ്പെടുന്നത്. എന്താണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തെ KCയെ പേര് ഉയർത്തിക്കാണിക്കുമ്പോൾ വലിയ സ്വീകരണം നൽകാൻ എന്താണെങ്കിലും इधर केरल में बड़ा जीत हुआ. KC आता है, क्या बोलना चाहते हैं अभी? It's a moment of we are all happy Congress workers and excited and really thankful to KC വേണുഗോപാൽ. ശരി, നോബലിലേക്ക് മടങ്ങി എത്താം. നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും KCക്കും VDക്കുമായി ഫ്ലെക്സുകൾ ദില്ലിയിലും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ KC പക്ഷത്തിന്റെ വലിയ പ്രകടനമൊക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റോഷിപാലിലേക്ക് പോവുകയാണ്. റോഷിപാൽ, നമുക്കറിയാം ഈ മുഖ്യമന്ത്രി ചർച്ചകളുടെ തുടക്കഘട്ടത്തിൽ ആദ്യം തന്നെ സുധാകരൻ റിപ്പോർട്ടറിനോട് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയത്. പിന്നീട് ഈ ചർച്ചകൾ സജീവമാകുന്ന ഘട്ടത്തിൽ KCയെ പിന്തുണയ്ക്കുന്നത് കണ്ടു. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ റോഷിപാലിനോട് സംസാരിക്കുമ്പോൾ ഈ നിർണായക ഘട്ടത്തിൽ VD സതീശനെ പിന്തുണച്ചുകൊണ്ടും അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടു. എന്താണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചന? ഒപ്പം ഇന്ന് സുധാകരൻ മുരളീധരനെ നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തി, ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താണ് റോഷിപാൽ? തലസ്ഥാനം കേന്ദ്രീകരിച്ച് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പല കോണുകളിലായിട്ടാണ് തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നത്. ചരടുവലികൾ സജീവമാണ്. മുൻ KPCC അധ്യക്ഷൻ കൂടിയായ K സുധാകരൻ ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചെങ്കിലും പിന്നീട് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം, KC വേണുഗോപാലിന് മാത്രമേ സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു. അതേ നിലപാട് തന്നെയാണ് സുധാകരൻ തുടരുന്നത്. AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയും സുധാകരൻ ആവശ്യപ്പെട്ടത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇടപെടണമെന്നാണ്. സമാനമായി തന്നെയാണ് അല്പം മുമ്പ് K മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും ആവശ്യപ്പെട്ടത്. K മുരളീധരന്റെ പിന്തുണ കൂടി K സുധാകരൻ KC വേണുഗോപാലിന് വേണ്ടി ഉറപ്പിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. ഇനിയും ചില കൂടിക്കാഴ്ചകൾ നടക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായി VD സതീശനെ പാർട്ടി പ്രവർത്തകരുടെ കൂടെ അഭിപ്രായം, നേതാക്കളുടെയൊക്കെ അഭിപ്രായം ആരായും. അങ്ങനെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ പാർട്ടി VD സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കും എന്നാണ് K സുധാകരൻ ഉദ്ദേശിച്ചത്. പക്ഷേ K സുധാകരൻ ഇപ്പോഴും KC വേണുഗോപാലിനെ പിന്തുണച്ച് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു ഭാഗത്ത് ബെന്നി ബെഹനാനും MK രാഘവൻ അടക്കമുള്ളവർ ഇപ്പോൾ തന്നെ KC വേണുഗോപാലിന് വേണ്ടി ചരടുവലി സജീവമാക്കി തലസ്ഥാനത്ത് തുടരുന്നുണ്ട്. മറുഭാഗത്ത് VD സതീശൻ കണ്ടോൺമെന്റ് ഹൗസ് കേന്ദ്രീകരിച്ച് വളരെ തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നു. നൌഷാദ് അലി MLA അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനൊപ്പം രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വഴുതക്കാട് വസതി കേന്ദ്രീകരിച്ച തിരക്കിട്ട ചർച്ചകൾ അനുയായികളുമായി നടത്തുന്നു. MLA മാരുടെ പിന്തുണ ഉറപ്പിക്കാനാണ് മൂന്ന് നേതാക്കളും ശ്രമിക്കുന്നത്. അതിനൊപ്പം തന്നെ ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. RSP അടക്കമുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അടക്കം ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന നിലപാടാണ്. പക്ഷേ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് ഇക്കാര്യത്തിൽ പരസ്യമായി VD സതീശനെ പിന്തുണച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഘടകകക്ഷികൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനോട് അവരുടെ നിലപാട്, അവരുടെ അഭിപ്രായം അറിയിക്കാൻ സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ നാളെ രാവിലെ തന്നെ
കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളായ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ സംസ്ഥാനത്ത് MLA-മാരുടെ അഭിപ്രായം തേടും. പാർലമെന്ററി പാർട്ടി യോഗം ചേരും. ആര്യ. ഓക്കെ, ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും